പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈയിടെയായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് വൈവ ടിപ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സാറ് പറഞ്ഞു തരുമോ എന്ന്. ഈ മാസം 17 മുതലാണ്, അതായത് മാർച്ച് 17 മുതലാണ് ബികോം BBA വിദ്യാർത്ഥികളുടെ വൈവ ആരംഭിക്കാൻ പോകുന്നത്. പല കോളേജുകളിലും ഇൻറ്റേർണൽ അഥവാ മോക്ക് വൈവ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡിഗ്രി അഥവാ UG പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മൈനർ പ്രൊജക്റ്റാണ്, ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് അത്രയധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചെയ്തത് ഞാനും കൂടിയാണ് എന്നതിനുള്ളൊരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തതയോട് കൂടിയുള്ള ഉത്തരങ്ങൾ, ഒരു ക്ലിയർ ആൻഡ് പ്രിസൈസ് ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ ബികോം BBA വൈവ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് വൈവയ്ക്ക് നിങ്ങൾ പോകുകയാണെങ്കിലും പ്രോപ്പർ ഗ്രൂമിങ് ആവശ്യമാണ്. യൂണിഫോം ആണെങ്കിലും കറക്റ്റായിട്ട് തേച്ച് നല്ല ഭംഗിയായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലെ സോഫ്റ്റ് ആൻഡ് S ഫോർ സ്മൈൽ, O ഫോർ ഓപ്പൺ ജെസ്റ്റർ, F ഫോർ ഫേഷ്യൽ എക്സ്പ്രഷൻ, T ഫോർ ടച്ച്, E ഫോർ ഐ കോണ്ടാക്ട്, N ഫോർ നോഡ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പറഞ്ഞു വരുമ്പോൾ ഇതൊരു മിനി പ്രൊജക്റ്റിൻ്റെ വൈവയല്ലേ, UG പ്രൊജക്റ്റ് അല്ലേ, ഇത്രത്തോളം ഫോമൽ ആകേണ്ടതുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ യുവർ ഫോർമാലിറ്റി ഫ്രം UG ഓൺവേർഡ്സ്. UGക്ക് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഫോർമലിസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അത് കുറച്ചും കൂടി നിങ്ങളുടെ ഗ്രേഡിനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയും ആദ്യം ചോദിക്കുന്ന ചോദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ബട്ട് യു ഹാവ് ടു പ്രസൻറ്റ് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ എ ഓർഗാനിക് മാനർ. ബൈ ഹാർട്ട് ചെയ്യുന്നതാണെങ്കിലും അവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചില പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. ബിഫോർ ദാറ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് മിറർ പ്രാക്ടീസ്. കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂട്ടാനും സോഫ്റ്റ് ആൻഡ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാനും സാധിച്ചാൽ അത് വളരെയധികം നല്ലതാണ് സ്കോറിങ്ങിന്. വീണ്ടും ആവർത്തിക്കാം, പ്രോപ്പർ ഗ്രൂമിങ് സെറ്റായി, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയി, സെൽഫ് ഇൻട്രോ കറക്റ്റായിട്ട് പറഞ്ഞു. ദെൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ പേര് ചോദിക്കും. ടോപ്പിക്കിൻ്റെ പേര് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. സിഗ്നിഫിക്കൻസ് ഓർ റെലവൻസ് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് എടുക്കാൻ കാരണം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അഥവാ റെലവൻസ് എന്താണ്, 21st സെഞ്ച്വറിയിൽ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും. ഇതിന് ശേഷം വരുന്ന ചില ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോതെസിസ്, ഫൈൻഡിങ്സ്, സജഷൻസ്, ഡീലിമിറ്റേഷൻ, ലിമിറ്റേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം, സിലക്റ്റ് എ പ്രോബ്ലം. അത് പലപ്പോഴും നമ്മൾ നോക്കാറുള്ളത് പല റിസോഴ്സസ് നിന്നാണ്. ചിലപ്പോൾ മാഗസിൻ ആയിരിക്കാം, പീരിയോഡിക്കൽസ് ആയിരിക്കാം, ടീച്ചേഴ്സ് റെഫറൻസ് ആയിരിക്കാം, മറ്റുള്ള കോളേജിൽ ലൈബ്രറിയിൽ പോയിട്ടുള്ള അന്വേഷണമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഉതകുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണ്, ഇപ്പോൾ കാലികമായ പ്രസക്തിയുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് സച്ച് ഈ ടോപ്പിക്ക് എടുത്തിരിക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ദെൻ ഒബ്ജക്റ്റീവ്സ്, കറക്റ്റായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരിക്കണം. ദെൻ ഹൈപ്പോത്തസിസ്, അത് കുറച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ ഓർഗാനിക്കായിട്ട് പറയാൻ ശ്രമിക്കുക. ടീച്ചേഴ്സ് പലപ്പോഴും നിങ്ങൾ അസസ് ചെയ്യുന്നത് ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണെങ്കിലും ഈ കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ്, കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് പലപ്പോഴായിട്ട് അവർ പരിശോധിക്കാറുണ്ട്. നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ മാത്രമാണല്ലോ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് വരും, അവിടെ ബ്ലോക്ക് ഉണ്ടാവും. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് പോലെ പ്രസൻറ്റേഴ്സ് ബ്ലോക്ക് ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്തതാണെങ്കിൽ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറയാൻ പറ്റും. അതിപ്പോൾ നിങ്ങളല്ലെങ്കിലും 4 കാലിൽ വീഴാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ യു ഹാവ് ടു ഫോളോ ദ പ്രോപ്പർ ഗ്രൂമിങ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ ടോപ്പിക് റെലവൻസ് ഓർ സിഗ്നിഫിക്കൻസ്, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ്, സജഷൻസ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, വരുന്ന എക്സ്റ്റേണൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഉത്തരങ്ങൾ പറയാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്.
ചോദ്യം ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഉത്തരങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് കറക്റ്റാണോ, അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരിക്കും. പക്ഷേ വളരെ കോൺഫിഡൻ്റായി പഠിച്ച കാര്യങ്ങൾ ആ ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് വളരെ വലുതാണ്. അതുമാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഈവൻ സിവിൽ സർവീസിലെ പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂവിൽ പോലും പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കാൻഡിഡേറ്റ്സിന് പറയാൻ സാധിക്കാറില്ല. അവർക്കറിയില്ലെങ്കിൽ അവർക്കറിയില്ല എന്ന് തന്നെയാണ് അവർ പറയാറുള്ളത്. സോ യു ഹാവ് ടു ഫോളോ ജെന്യുവിൻ ആൻസേഴ്സ് റാദർ ദാൻ മാസ്ക്ഡ് ഫാബ്രിക്കേറ്റഡ് ആൻസേഴ്സ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.